അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ആഗ്രഹങ്ങൾ സഫലമാകാൻ ദുൽഹിജ്ജ മാസത്തിൽ പതിവാക്കേണ്ട അതിഗംഭീരമായ 3 പ്രാർത്ഥനകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈമലർത്തുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ പ്രാർത്ഥിക്കുന്ന സമയം കൂടെ പരിഗണിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എല്ലാ സമയത്തും അള്ളാഹു ഒരുപോലെ ദുആക്ക് ഉത്തരം നൽകണമെന്നില്ല. ചില സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും. അതിൽപ്പെട്ട ഒരു സമയമാണ് ദുൽഹിജ്ജ മാസം. മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ മാസം, ഹജ്ജിൻ്റെ മാസം, ഉളഹിയ്യത്തിൻ്റെ മാസം, അറഫയുടെ മാസം, സക്കാത്തിൻ്റെ, നോമ്പിൻ്റെ, നിസ്കാരത്തിൻ്റെ, ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ സമ്മേളിക്കുന്ന അതിമനോഹരമായ സമയമാണ് ദുൽഹിജ്ജയുടെ സമയം. ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സമയമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ച സമയമാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സമയത്താണ് റബ്ബിനോട് നമ്മൾ ഒരാവശ്യം പറയുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സഫലീകരിച്ചു തരട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്ന 3 പ്രാർത്ഥനകൾ ഏതെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷം, തഹജ്ജുദിൻ്റെ ശേഷമോ സുബ്ഹിയുടെ ശേഷമോ ളുഹറിൻ്റെ ശേഷമോ ഒരു ദിവസം 3 തവണ പാരായണം ചെയ്തതിന് ശേഷം റബ്ബിനോട് കൈമലർത്തി ദുആയിരക്കുക. ഹൃദയം തുറന്നു പറയുക, പഠിച്ചോനെ, എൻ്റെ ഇന്നാലിന്ന ആഗ്രഹം നീ സഫലീകരിച്ചു തരണം. എൻ്റെ മക്കളുടെ കല്യാണം, ജോലി, കടങ്ങൾ, രോഗം, എന്തോ ആവട്ടെ, അത് റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വളരെ പെട്ടെന്ന് തന്നെ പരിശുദ്ധമാകുന്ന ദുൽഹിജ്ജയുടെ മഹത്വം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, 1ാമത്തെ പ്രാർത്ഥന ദുആഉൽ ഖബൂലി വൽ ഹിദായത്തി. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കാനും അതുപോലെ തന്നെ ഹിദായത്ത് ലഭിക്കാൻ, ഈമാനോടുകൂടെ മരിക്കാനുമുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: اللهم تقبل أعمالنا واغفر ذنوبنا واهد قلوبنا إلى صراطك المستقيم. اللهم تقبل أعمالنا واغفر ذنوبنا واهد قلوبنا إلى صراطك المستقيم. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ നേരായ വഴിയിലൂടെ, സന്മാർഗത്തിലൂടെ വഴി നടത്തണേ അല്ലാ. ഇതാണ് ആ മനോഹരമായ പ്രാർത്ഥനയിൽ 1ാമത്തെ പ്രാർത്ഥന. ഇത് ഏതെങ്കിലും നിസ്കാര ശേഷം 3 തവണ പറഞ്ഞതിന് ശേഷം റബ്ബിനോട് കൈമലർത്തി നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ഇനി 2ാമത്തെ പ്രാർത്ഥന ദുആഉർ റഹ്മതി വ തഫ്രീജിൽ ഖുറൂബ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കാനും അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുമുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകുമ്പോഴാണ് നമ്മുടെ കടങ്ങൾ വീടുന്നത്, നമുക്ക് ജോലി ലഭിക്കുന്നത്, ആരോഗ്യം ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത്, മക്കൾ നന്നാവുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഈ കരുണ ലഭിക്കാനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും, കടങ്ങളിൽ നിന്നോ രോഗങ്ങളിൽ നിന്നോ അയൽവാസികളുടെ പ്രശ്നങ്ങളിൽ നിന്നോ മക്കളുടെ സ്വഭാവ ദൂഷ്യത്തിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: اللهم ارحمنا برحمتك الواسعة وفرج همومنا واقض حوائجنا يا أرحم الراحمين. اللهم ارحمنا برحمتك الواسعة وفرج همومنا واقض حوائجنا يا أرحم الراحمين. അല്ലാഹുവേ, നിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ വിഷമങ്ങൾ നീക്കിത്തരണേ അല്ലാ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരണേ അല്ലാ. കാരുണ്യവാനായ അല്ലാഹുവേ. ഇതൊരു മനോഹരമായ പ്രാർത്ഥനയാണ്. ഇനി അടുത്ത പ്രാർത്ഥന, 3ാമത്തെ പ്രാർത്ഥന ദുആഉ ഹുസ്നുൽ ഖാതിമത്തി വൽ ജന്ന. നമുക്ക് ഈമാനോടുകൂടെ മരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും റാഹത്തായി
സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: اللهم اختم لنا بالخير واجعل آخر كلامنا لا إله إلا الله وأدخلنا الجنة بغير حساب. اللهم اختم لنا بالخير واجعل آخر كلامنا لا إله إلا الله وأدخلنا الجنة بغير حساب. അല്ലാഹുവേ, ഞങ്ങളുടെ അന്ത്യം നന്മയിൽ അവസാനിപ്പിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ അല്ലാഹ്. ഇതാണ് മനോഹരമായ 3 പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾ ആത്മാർത്ഥതയോടുകൂടെ ഈ മാസം ദുൽഹിജ്ജ മാസം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരും. 3 തവണയാണ് ഒരു പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുത്ത് സുബഹിക്ക് ശേഷമോ നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവ് സമയമോ തിരഞ്ഞെടുത്തുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.